പ്ലാസ്റ്റിക് പൂക്കൾ പോലെയാണ് ചില ബന്ധങ്ങൾ. മറ്റുള്ളവരുടെ മുമ്പിൽ മികച്ചത് എന്ന് തോന്നുമെങ്കിലും യഥാർത്ഥത്തിൽ ജീവനോ സുഗന്ധമോ ഉണ്ടാവില്ല. രക്ഷപ്പെടും, എല്ലാം ശരിയാകും എന്ന് വെറുതെ പറയുന്നതല്ല. രക്ഷപ്പെട്ട എല്ലാവർക്കും ഇങ്ങനെയൊരു കാലം കൂടെ ഉണ്ടായിരുന്നു എന്നുള്ളതുകൊണ്ടാണ്. പരിഗണന ഇല്ലെന്നറിഞ്ഞാൽ പിന്നെ അവിടെ നിൽക്കരുത്. അത് മരുഭൂമിയിൽ മഴക്കാടുകൾ തിരിയുന്നതിന് തുല്യമാണ്. മുല്ലപ്പൂവിനെ സുന്ദരിയാക്കിയത് വർണ്ണമല്ല, അവളിലെ സുഗന്ധമാണ്. മനുഷ്യനെ നല്ലവനാക്കുന്നത് നിറമല്ല, അവൻ്റെ മനസ്സിലെ നന്മയാണ്. സൗന്ദര്യത്തെ സ്നേഹിക്കരുത്. നിങ്ങളുടെ ജീവിതം ആരാണോ സുന്ദരമാക്കുന്നത് അവരെ സ്നേഹിക്കുക. നുണ പറഞ്ഞ് എന്തെങ്കിലും നേടാൻ നിങ്ങൾ ആഗ്രഹിക്കരുത്. അതിൽ നിന്ന് ഉണ്ടാവുന്ന ആനന്ദം അധികകാലം നിലനിൽക്കില്ല. ഒറ്റയ്ക്ക് നടക്കാൻ പഠിക്കുക. ഇന്ന് നിങ്ങളോടൊപ്പം ഉള്ളവർ നാളെയും നിങ്ങളോട് കൂടെ ഉണ്ടാകണമെന്നില്ല. ഒരാൾ നിങ്ങൾക്ക് തരുന്നത് അയാളുടെ സമയമാണ് എന്നിരിക്കട്ടെ, അതിനേക്കാൾ വലിയൊരു സമ്മാനം അയാൾക്ക് തരാൻ കഴിയുകയില്ല. അർത്ഥശൂന്യമായ 1000 വാക്കുകളേക്കാൾ മികച്ചതാണ് ആശ്വാസം നൽകുന്ന ഒരു വാക്ക്. യഥാർത്ഥ സമ്പന്നൻ കൈ നിറയെ പണം ഉള്ളവനല്ല, മനസ്സ് നിറയെ സമാധാനം ഉള്ളവനാണ്. നമ്മുടെ മുഖത്ത് നോക്കി കുറ്റവും കുറവും പറയുന്നവർക്ക് ഒരു പുഞ്ചിരി സമ്മാനിക്കുക. അവർക്ക് കൊടുക്കാവുന്ന ഏറ്റവും മനോഹരമായ മറുപടിയും നമുക്ക് നൽകാവുന്ന ഏറ്റവും വലിയ മോട്ടിവേഷനും അതുമാത്രമാണ്. ജീവിതകാലം മുഴുവൻ ചിലവഴിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളോട് വിട പറയുന്നതാണ് ജീവിതത്തിലെ ഏറ്റവും സങ്കടകരമായ ഭാഗം. നിങ്ങളെ എപ്പോഴും ഓർക്കാൻ ആരെയും നിർബന്ധിക്കരുത്. നിശബ്ദത പാലിക്കുക. അവരുടെ ജീവിതത്തിൽ നിങ്ങളില്ലാതെ അവർ എങ്ങനെ ആയിരിക്കുമെന്ന് അവർ മനസ്സിലാക്കട്ടെ. സ്നേഹവും കരുതലുമല്ലാതെ ജീവിതം ശരിക്കും ഒന്നുമല്ല. എല്ലാവർക്കും അത് നൽകുക, പക്ഷേ അത് തിരികെ പ്രതീക്ഷിക്കരുത്. കാരണം ഇതൊരു ഇടപാടല്ല. ചില സമയങ്ങളിൽ മുന്നോട്ട് പോകുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. എന്നാൽ നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾ ഇതുവരെ എടുത്തിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും മികച്ച തീരുമാനമായിരുന്നു അതെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. ഒരു വ്യക്തി നിങ്ങളോട് മറ്റുള്ളവരെക്കുറിച്ച് എങ്ങനെ സംസാരിക്കുന്നു എന്ന് ശ്രദ്ധാപൂർവം ശ്രദ്ധിക്കുക. അവർ നിങ്ങളെക്കുറിച്ച് മറ്റുള്ളവരോട് സംസാരിക്കുന്നത് ഇങ്ങനെയാണ്: മക്കളെപ്പറ്റി നല്ലത് മാത്രം പറയുക. എങ്കിൽ ആ സ്വഭാവം അവരിൽ ഉണ്ടാകും. മോശമായ വാക്ക് എത്രയധികം പറയുന്നുവോ അത്രത്തോളം മക്കൾ മോശമാകും. കഴിക്കാനുള്ള ആഹാരവും കിടക്കാനുള്ള വീടും പിന്നെ മനസ്സമാധാനവും ഉണ്ടെങ്കിൽ നീയാണ് ഈ ഭൂമിയിലെ ഏറ്റവും വലിയ ഭാഗ്യവാൻ. ഒരൊറ്റ വാക്കുകൊണ്ട് ഉപേക്ഷിച്ചത് 1000 വാക്കുകൾ കൊണ്ട് പോലും തിരിച്ചു കിട്ടിയെന്ന് വരില്ല. അകലാൻ എളുപ്പമാണ്, അടുക്കാനാണ് പ്രയാസം. നിനക്കെതിരെ എറിയുന്ന കല്ലുകളെടുത്ത് തിരികെ എറിയരുത്. കൂട്ടിവെച്ച് അതിന് മുകളിൽ കയറി നിൽക്കണം. എന്നിട്ട് എറിഞ്ഞവരെ നോക്കുക. അവർ ഒരുപാട് താഴെയും പ്രതികരിക്കാത്ത നീ അവരിൽ നിന്ന് ഒരുപാട് മുകളിലും എത്തിയിട്ടുണ്ടാവും.